BJP കേരളത്തിൽ എന്തുകൊണ്ട് ക്ലച്ച് പിടിച്ചില്ല എന്നുള്ള കാര്യത്തോട് മാത്രം പറയാം. എന്തുകൊണ്ടാണെന്നറിയോ? അത് കോൺഗ്രസിൻ്റെ മഹിമ കൊണ്ടല്ല. കേരളത്തിലെ ന്യൂനപക്ഷം ഉണ്ടല്ലോ, ഈ പറയുന്ന ക്രിസ്ത്യൻ മുസ്ലിം ന്യൂനപക്ഷം, അവർ കോൺഗ്രസിനെ വിട്ട് BJPയിലേക്ക് പോകാൻ തയ്യാറാകാത്തതുകൊണ്ട് മാത്രമാണ്. ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും ഈ ന്യൂനപക്ഷം ഒഴിച്ച് ബാക്കി എല്ലാവരും BJPയിലേക്ക് പോയി. അതുകൊണ്ട് അവിടെ എല്ലാം കോൺഗ്രസ് തകർന്ന് തരിപ്പണായി. ഇവിടെ എന്ത് സംഭവിച്ചു? ഇവിടെ സംഭവിച്ചത് ഈ ന്യൂനപക്ഷം അങ്ങനെ നിന്നു. കോൺഗ്രസ് 10 അല്ല 15 വർഷം കഴിഞ്ഞാണോ തിരിച്ചു വരുന്നത്? അതുവരെ വെയിറ്റ് ചെയ്യുമായിരുന്നു. അതുവരെ നിങ്ങൾ കോൺഗ്രസ്സിൽ വരുന്നില്ലേ CPM അനുകൂല വോട്ട്? ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇനി സംഭവിക്കാൻ പോകുന്നതാണ് ഭയാനകം. എന്താണ് സംഭവം? 51% ന്യൂനപക്ഷം, അല്ലെങ്കിൽ 50%-ൽ 40% ന്യൂനപക്ഷം നിൽക്കുന്ന ആരുടെ കൂടിയാ? കോൺഗ്രസിൻ്റെ കൂടിയാണ്. ബാക്കി നിൽക്കുന്ന ഹിന്ദു സമുദായം, കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുക അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടി എന്നുള്ളതാണ്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് BJPയിലേക്ക് പോകാൻ വലിയ ദൂരമില്ല കേട്ടോ, വലിയ ദൂരമില്ല. ഈ ദൂരമില്ലായ്മയായിരുന്നു ബംഗാളിൽ സംഭവിച്ചത്. ആദ്യം എന്താ? ബംഗാളിൽ CPM തുടച്ചു മാറ്റിയ സമയത്ത് എന്താ സംഭവിച്ചത്? അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ തുടച്ചു മാറ്റിയപ്പോൾ എന്താ സംഭവിച്ചത്? ഞങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യുന്നത്? ഞങ്ങൾ മമതാ ബാനർജിക്കായിരുന്നു വോട്ട് ചെയ്യുന്നത്, അല്ലേ? മമതാ ബാനർജിക്ക് വോട്ട് ചെയ്തു. മമതാ ബാനർജീനെ ഇപ്പോൾ BJP തൂത്തെറിഞ്ഞു. ഇനി അവിടെ പാർട്ടിയില്ല. ആകെ വോട്ട് ചെയ്യാൻ പാർട്ടിയില്ല. ഞാനല്ലാതെ മറ്റാരുണ്ടെന്ന് ചോദിച്ചപ്പോൾ മറ്റാരെ തെരഞ്ഞ പോലെ ഉണ്ടല്ലോ ഇവിടെ, അവിടെയും ബംഗാളിൽ തിരഞ്ഞു. മമതാ ബാനർജി അല്ലാതെ മറ്റാരുണ്ട് എന്ന് ഈ പറയുന്ന വോട്ടിംഗ് മെഷീനിൽ ചേർന്നപ്പോൾ അവിടെ BJP മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടുത്തെ ആൾക്കാരും എന്ത് ചെയ്തു? BJPക്ക് കുത്തി. ഇത് തന്നെയാണ്. ഞാൻ നാളെ നോക്കിയിട്ട്, നാളെ നിങ്ങളുടെ മുന്നിൽ എഴുതി വെച്ചോ, നാളെ ഇത് നിങ്ങൾ കറക്റ്റായിട്ട് എഴുതി വെച്ചോളൂ. നാളെ ഈ പറയുന്ന CPM തകർന്നു കഴിയുമ്പോൾ കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടി ഉണ്ടല്ലോ, പ്രതിപക്ഷ പാർട്ടി BJP ആയാൽ, ഈ കോൺഗ്രസിനെ മാറ്റിയാൽ ഏക ഓപ്ഷൻ, മലയാളിയുടെ ഏക ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ BJP ആയിരിക്കും. ഏക ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ BJP ആയിരിക്കും. അതെന്തുകൊണ്ടാണ്? അത് നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരല്ലേ എന്ന് ചോദിച്ചാൽ കമ്മ്യൂണിസ്റ്റുകാർ മനുഷ്യരാണെന്നേ. ഒരു പ്രാവശ്യം വന്നാൽ അവിടെ ചെന്ന് സുഖം പിടിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ പല ആൾക്കാരും ഇന്ത്യയിൽ നിന്ന് അമേരിക്കയ്ക്കും ലണ്ടനിലേക്കും കാനഡയിലേക്കൊക്കെ പോകും. അപ്പം ആദ്യം പോകുന്ന സമയത്ത് മലയാളിയോട് ചോദിക്കും, നീ എപ്പോൾ? ഞാൻ അടുത്ത മാസം വരും, എല്ലാ വർഷവും അമ്മേനെ വന്ന് ഇവിടെ കാണും എന്ന് പറയും. അടുത്ത വർഷം വരും എന്ന് പറയും. 2 വർഷം കഴിയുമ്പോൾ 3-ാമത്തെ വർഷം 2 വർഷത്തിൽ ഒരിക്കൽ വരും. അപ്പോൾ നീ കഴിഞ്ഞ വർഷം വന്നില്ലല്ലോ, അല്ല അവിടെ കുറച്ച് തിരക്കായി പോയി എന്ന് പറയും. 3 വർഷം 5 വർഷം കഴിയുമ്പോൾ 2 വർഷത്തിലോ 3 വർഷത്തിലോ ഒന്ന് വരും. അപ്പോൾ എന്താണ്? അവിടെ അവൻ്റെ സംവിധാനങ്ങളായി എന്ന് പറയും. 5 വർഷം കഴിഞ്ഞാലോ എൻ്റെ ഈ വീട് ഇവിടെ ഇല്ല, വിറ്റിട്ട് പൈസ ഒന്നും അങ്ങോട്ട് അയച്ചു തരുമോ ചോദിക്കും. ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല എനിക്ക്, കാരണം എൻ്റെ സംവിധാനങ്ങളും ബിസിനസ് സംവിധാനമൊക്കെ അവിടെയായി. അതുകൊണ്ട് ഇവിടെയുള്ള വീടൊന്ന് വിറ്റിട്ട് ആ പൈസ ഒന്ന് അയച്ചു തരുമെന്ന് ഇവിടെ ആരോളം വിളിച്ചു പറയും. അതേ അവസ്ഥയാണ്. ഈ പറയുന്ന സുഖമുണ്ടല്ലോ, കുറച്ച് സുഖം. BJP എന്നെ ഒന്നും ചെയ്യുന്നില്ലല്ലോ, BJP ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഒന്ന് കുറച്ച് കഴിച്ചു നോക്കും. നല്ല മറ്റേ ഐസ്ക്രീം കഴിക്കുന്നില്ലാണ്, നല്ല കുറച്ച് കഴിച്ചു നോക്കും. അപ്പോൾ ഷുഗറൊക്കെ ഉള്ളതാണെങ്കിലും കഴിച്ചു നോക്കും കുറച്ച്. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിച്ചു. പിന്നെ മുഴുവൻ ഐസ്ക്രീം കഴിക്കുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ, അതുപോലെയാണ് ഈ പറയുന്ന BJP നിങ്ങളെ ഒന്നും ചെയ്യുന്നില്ല, ബുദ്ധിമുട്ടൊന്നുമില്ല. കോർപ്പറേറ്റ് സംവിധാനത്തിൽ എല്ലാ സാധനവും കിട്ടുന്നുണ്ട്. അവരെ സംബന്ധിച്ചോളം അവിടെ MP ഉണ്ട്. ഒരു രാജഭരണം പോലെ ഈ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും.